ഷിപ്പിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മെഷീനറിയാണ് എയർ കംപ്രസർ. ഷിപ്പിലെ എയറിൻ്റെ ഉപയോഗം എന്താണ്? ഏറ്റവും പ്രധാന ഉപയോഗം നമുക്കറിയാം. മെയിൻ എൻജിൻ, ഓക്സിലറി എൻജിൻ എന്നിവ സ്റ്റാർട്ട് ചെയ്യാനാണ് മെയിനായിട്ട് എയറിൻ്റെ ഉപയോഗം ഷിപ്പിലുള്ളത്. അതുകൂടാതെ എയർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന അനവധി മെഷീനറികളുണ്ട്. പിന്നെ ഷിപ്പിൻ്റെ കൺട്രോൾ സിസ്റ്റം പ്രധാനമായിട്ടും വർക്ക് ചെയ്യുന്നത് എയർ ഉപയോഗിച്ചിട്ടാണ്. ഈ എയർ കംപ്രസറുകൾ തന്നെ പല തരത്തിൽ ഉള്ള എയർ കംപ്രസറുകൾ ഷിപ്പിൽ തന്നെയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് മെയിൻ എയർ കംപ്രസറാണ്. അതിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് മെയിൻ എൻജിൻ, ഓക്സിലറി എൻജിൻ അല്ലെങ്കിൽ ജനറേറ്റർ എൻജിൻ ഇവയെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഹൈ പ്രഷർ എയർ വലിയ അളവിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് മെയിൻ എയർ കംപ്രസറിൻ്റെ ധർമ്മം എന്നുള്ളത്. അതുകൂടാതെ ഉള്ള കംപ്രസർ എന്ന് വെച്ചാൽ ടോപ്പിംഗ് അപ്പ് കംപ്രസർ എന്നുണ്ട്. അതായത് ഒരു എയർ റിസർവോയറിലാണ് എയർ നിറയ്ക്കുക, അല്ലെങ്കിൽ എയർ റിസർവോയർ എന്ന് പറയുന്ന മറ്റൊരു പേരാണ് എയർ ബോട്ടിൽ. ഇത് ഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു എക്യുപ്മെൻ്റാണ്. വളരെ ഉയർന്ന അളവിൽ വളരെയധികം ക്വാണ്ടിറ്റി എയർ ഈ എയർ ബോട്ടിൽ സ്റ്റോർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കംപ്രസറുണ്ട്. അതിനെ നമ്മൾ പറയുന്നത് ടോപ്പിംഗ് അപ്പ് കംപ്രസർ എന്നാണ്. അപ്പോൾ മെയിൻ എയർ കംപ്രസർ ഉപയോഗിച്ചിട്ട് ഈ എയർ ബോട്ടിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കൂടുതൽ അളവിൽ എയർ വേണ്ടി വരുമ്പോൾ മെയിൻ എയർ കംപ്രസർ പ്രവർത്തിക്കും. അതുകൂടാതെ ചെറിയ രീതിയിൽ അത് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടി ടോപ്പിംഗ് അപ്പ് എയർ കംപ്രസർ എന്ന ചെറിയ കംപ്രസർ ഉപയോഗിക്കും. അതുകൂടാതെ ഉള്ള കംപ്രസറുകളാണ് ഡെക്ക് എയർ കംപ്രസർ എന്ന് പറയുന്ന കംപ്രസറുണ്ട്. അത് സാധാരണ രീതിയിൽ സെൻട്രിഫ്യൂഗൽ കംപ്രസർ ആയിരിക്കും. അത് ഷിപ്പിലെ ഡെക്കിലുള്ള പല ഉപയോഗങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് ഡെക്ക് എയർ കംപ്രസർ ഉപയോഗിക്കുന്നത്. ഡെക്കിൽ കംപ്രസറിൽ എയറിൻ്റെ ഉപയോഗം ക്ലീനിങ്ങിനുണ്ട്, പെയിൻറ്റിങ് പർപ്പസിന് ഉപയോഗിക്കുന്നു, വേരിയസ് ഹാമറുകൾ അല്ലെങ്കിൽ ചിപ്പിംഗ് മെഷീൻസ്, ഇതെല്ലാം എയർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നത് ഡെക്കിലുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ കംപ്രസർ മെയിൻ എയർ കംപ്രസറുണ്ട്, പിന്നെ ടോപ്പിംഗ് അപ്പ് എയർ കംപ്രസറുണ്ട്, പിന്നെ ഡെക്ക് എയർ കംപ്രസറുണ്ട്. പിന്നെ ഒരു കംപ്രസർ എന്ന് പറയുന്നത് എമർജൻസി എയർ കംപ്രസറാണ്. ഷിപ്പിൽ എന്തെങ്കിലും എമർജൻസിയോ അപകടമോ സംഭവിച്ചു, ബാക്കിയുള്ള കംപ്രസറിൽ നിന്ന് എയർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാണ്ടാവുന്നു. അത്തരം കണ്ടീഷനിൽ നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു കംപ്രസറാണ് എമർജൻസി എയർ കംപ്രസർ. അത് പലതരത്തിലുണ്ട്. ചിലത് മാനുവലായിട്ടുള്ള കംപ്രസറാണ്, നമ്മൾ ഹാൻഡ് ഓപ്പറേറ്റഡ് കംപ്രസർ. അതിന് വേറെ പവറിൻ്റെ ഒന്നും ആവശ്യമില്ല. മാനുവലായിട്ട് കൈ ഉപയോഗിച്ച് നമുക്ക് പ്രവർത്തിപ്പിക്കാവുന്ന കംപ്രസറാണ്. ആ കംപ്രസറിൽ വെച്ചിട്ട് ഒരു എയർ ബോട്ടിൽ ഫില്ല് ചെയ്യാം. ആ എയർ ബോട്ടിൽ ഉപയോഗിച്ച് നമുക്കൊരു ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. ചിലപ്പോൾ ഈ എമർജൻസി എയർ കംപ്രസർ ഇലക്ട്രിക്കൽ ആയിരിക്കാം. എമർജൻസി ജനറേറ്റർ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വൈദ്യുതി കംപ്രസർ ആവാം, ഡീസൽ എഞ്ചിൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കംപ്രസർ ആവാം. ഇത് പലതരത്തിലും എമർജൻസി എയർ കംപ്രസറുണ്ട്. അപ്പോൾ ഇത്തരം കംപ്രസറുകളാണ് നമ്മുടെ ഉള്ളത്. 4 തരം കംപ്രസർ നമ്മൾ പറഞ്ഞു: മെയിൻ എയർ കംപ്രസർ, ടോപ്പിംഗ് അപ്പ് എയർ കംപ്രസർ, ഡെക്ക് എയർ കംപ്രസർ, എമർജൻസി എയർ കംപ്രസർ. ഇത് പ്രവർത്തിക്കുന്ന പ്രധാനമായിട്ടും രണ്ടാണ്. ഒന്ന് റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറാണ്, രണ്ടാമത്തേത് റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറിൻ്റെ ഉദാഹരണം മെയിൻ എയർ കംപ്രസർ, ടോപ്പിംഗ് അപ്പ് എയർ കംപ്രസർ, ഇതെല്ലാം റെസിപ്രോക്കേറ്റിംഗ് എയർ കംപ്രസറാണ്. സെൻട്രിഫ്യൂഗൽ കംപ്രസറിന് ഉദാഹരണമാണ് ഡെക്ക് എയർ കംപ്രസർ. നമ്മളൊരു റെസിപ്രോക്കേറ്റിംഗ് എയർ കംപ്രസറിനെ കുറിച്ച് പഠിക്കാം. ഇതൊരു 2 സ്റ്റേജ് റെസിപ്രോക്കേറ്റിംഗ് എയർ കംപ്രസറാണ്. നമ്മുടെ ഷിപ്പിലേക്ക് ഉപയോഗിക്കുന്ന മെയിൻ എയർ കംപ്രസറിൻ്റെ ഘടനയാണ് ഈ ചിത്രത്തിലുള്ളത്. പൂർണ്ണമായിട്ടും ഉണ്ട്. മെയിനായിട്ടുള്ളത്
2 സിലിണ്ടറുകൾ, 2 പിസ്റ്റൺ, കണക്റ്റിംഗ് റോഡ്, ക്രാങ്ക് ഷാഫ്റ്റ്. ഇതിൻ്റെ പ്രൈം മൂവറായിട്ട് ഉപയോഗിക്കുന്നത് ഇലക്ട്രിക് മോട്ടോർ ആയിരിക്കും. ഒരു 50 HP അടുക്കെയുള്ള ഒരു 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോറായിരിക്കും ഇതിൻ്റെ പ്രൈം മൂവർ. വലിയ സിലിണ്ടർ ലോ പ്രഷർ സിലിണ്ടറും ചെറിയ സിലിണ്ടർ ഹൈ പ്രഷർ സിലിണ്ടറുമാണ്. പ്രധാന ഭാഗങ്ങൾ പിസ്റ്റൺ സിലിണ്ടറിനെ കൂടാതെയുള്ള പ്രധാന ഭാഗങ്ങളാണ് എയർ ഫിൽട്ടർ. എയറിനെ ഡസ്റ്റ് മറ്റ് ഇമ്പ്യൂരിറ്റീസ് ഒന്നുമില്ലാതെ സിലിണ്ടറിലേക്ക് കടത്തിവിടുന്നതിനാണ് എയർ ഫിൽട്ടർ ഉള്ളത്. അടുത്തത് റിലീഫ് വാൽവ്. ഏതെങ്കിലും കാരണവശാൽ പ്രഷർ അനിയന്ത്രിതമായിട്ട് കൂടുകയാണെങ്കിൽ ആ പ്രഷർ റിലീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു റിലീഫ് വാൽവ് ഉണ്ട്. അപ്പോൾ അത് പാർട്സുകൾക്ക് ഡാമേജ് വരാതെ സംരക്ഷിക്കും. പിന്നെയുള്ളത് നമുക്കൊരു ഇൻ്റർകൂളറുണ്ട്. എയറിനെ LP സിലിണ്ടറിൽ നിന്നും HP സിലിണ്ടറിലേക്ക് കടക്കുന്നതിന് മുമ്പ് LP സിലിണ്ടർ ലോ പ്രഷർ സിലിണ്ടറിൽ നിന്ന് വരുന്ന എയർ തണുപ്പിച്ച് ഇൻ്റർകൂളർ ഉപയോഗിച്ചിട്ട് തണുപ്പിച്ചതിന് ശേഷമാണ് ഹൈ പ്രഷർ സിലിണ്ടറിലേക്ക് പോകുന്നത്. അപ്പോൾ അതിന് ഉപയോഗിക്കുന്നതാണ് ഇൻ്റർകൂളർ. അതുകൂടാതെ ഒരു ആഫ്റ്റർ കൂളറുണ്ട്. ആഫ്റ്റർ കൂളർ എന്ന് പറഞ്ഞാൽ HP സിലിണ്ടർ ഹൈ പ്രഷർ സിലിണ്ടറിൽ നിന്ന് വരുന്ന എയറിനെ, ഉയർന്ന പ്രഷറുള്ള എയറിനെ തണുപ്പിക്കുന്നതിന് വേണ്ടിയാണ് ആഫ്റ്റർ കൂളർ. ആഫ്റ്റർ കൂളർ കഴിഞ്ഞതിന് ശേഷം ഈ എയർ ബോട്ടിലേക്ക് നമ്മൾ കടത്തിവിടുന്നു, അവിടെ സ്റ്റോർ ചെയ്യപ്പെടും. പിന്നെ ഇതിൽ നിന്ന് ഈ എയർ കംപ്രസ് ചെയ്യുന്ന എയറിലുണ്ടാകുന്ന ജലത്തെ നീക്കം ചെയ്യുന്നതിനുള്ള ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഡ്രെയിനും മാനുവൽ ഡ്രെയിന് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൂളിങ്ങിന് വേണ്ടി, ഷിപ്പിൽ കൂളിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് കൂളിംഗ് വാട്ടറാണ്. ആ കൂളിംഗ് വാട്ടർ ഈ 2 സിലിണ്ടറിനെ LP സിലിണ്ടറിനെ HP സിലിണ്ടറിനെയും സറൗണ്ട് ചെയ്തും, കൂടാതെ വാൽവ് ഇരിക്കുന്ന സ്ഥലങ്ങൾ അവിടെയെല്ലാം കൂൾ ചെയ്യും. പിന്നെ ഇൻ്റർകൂളറും ആഫ്റ്റർ കൂളറും ഇവിടെയെല്ലാം തണുപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്നത് ഫ്രഷ് വാട്ടറാണ്. നമ്മൾ ഈ ഫ്രഷ് വാട്ടറിനെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഈ ഫ്രഷ് വാട്ടർ നമ്മൾ പിന്നെ സീ വാട്ടർ ഉപയോഗിച്ചിട്ട് തണുപ്പിക്കും. അപ്പോൾ നമുക്ക് ഇത് എയർ ഫിൽറ്ററിലൂടെ കടന്ന് LP സിലിണ്ടറിലേക്ക് എയർ പ്രവേശിക്കുന്നു. LP സിലിണ്ടറിൽ നമ്മൾ ഏകദേശം 5 ബാർ പ്രഷറിലേക്ക് ഈ പ്രഷർ ഉയർത്തുന്നു. LP സിലിണ്ടറിൽ നിന്നുള്ള എയർ ഇൻ്റർകൂളറിലൂടെ പ്രവേശിച്ച് അത് തണുത്തതിന് ശേഷം HP സിലിണ്ടർ ഹൈ പ്രഷർ സിലിണ്ടറിലേക്ക് പ്രവേശിക്കുന്നു. ഹൈ പ്രഷർ സിലിണ്ടറിൽ ഇതിനെ കംപ്രസ് ചെയ്യുന്നു. അത് അപ്പോൾ ഏകദേശം 5 ബാർ പ്രഷറിലുള്ളതാണ് ഹൈ പ്രഷർ സിലിണ്ടറിലേക്ക് പ്രവേശിക്കുന്ന എയർ. അതിന് വീണ്ടും കംപ്രസ് ചെയ്ത് ഉയർന്ന പ്രഷറിലേക്ക് എത്തുന്നു. സാധാരണത്തിൽ 30 ബാർ വരെയാണ് ഇത് കംപ്രസ് ചെയ്യുന്നത്. സെക്കൻഡ് സ്റ്റേജിൽ നിന്ന് അല്ലെങ്കിൽ ഹൈ പ്രഷർ സ്റ്റേജിൽ നിന്ന് കംപ്രസ് ചെയ്ത എയർ ആഫ്റ്റർ കൂളർ വെച്ച് ഒന്നുകൂടി തണുപ്പിച്ചതിന് ശേഷം ഇത് എയർ ബോട്ടിലേക്ക് കടത്തിവിടുന്നു. സെൻട്രിഫ്യൂഗൽ എയർ കംപ്രസറിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. ഡെക്കിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കംപ്രസറാണ് ഡെക്ക് എയർ കംപ്രസർ. ഡെക്ക് എയർ കംപ്രസറിൻ്റെ പ്രത്യേകത, അതൊരു സെൻട്രിഫ്യൂഗൽ കംപ്രസറാണ്. ഈ സെൻട്രിഫ്യൂഗൽ കംപ്രസർ കുറഞ്ഞ പ്രഷറിൽ കൂടിയ അളവിൽ എയറിനെ കംപ്രസ് ചെയ്യാൻ സാധിക്കും. പ്രഷർ കുറവായിരിക്കും, പക്ഷേ കൂടിയ അളവിൽ നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഡെക്കിനെ സംബന്ധിച്ചിടത്തോളം മാക്സിമം പ്രഷർ വേണ്ടി വരുന്നത് 5 ബാറാണ്. 5 ബാറുള്ള പ്രഷർ വളരെ പെട്ടെന്ന് തന്നെ കൂടിയ അളവിൽ എയർ, ഹൈ പ്രഷർ എയർ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന ഒരു ഉപകരണമാണ് സെൻട്രിഫ്യൂഗൽ കംപ്രസർ. ഇതിൻ്റെ പ്രവർത്തനം നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഒരു ഇമ്പല്ലറുണ്ട്. ആ ഇമ്പല്ലർ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് നമ്മൾ ഇലക്ട്രിക് മോട്ടോർ വെച്ചിട്ടായിരിക്കും ആ ഇമ്പല്ലറിനെ കറക്കുക. ഒരു
വൊല്യൂട്ട് കേസിംഗ് എന്നാണ് പറയുന്നത്. ഈ പ്രത്യേക തരത്തിലുള്ള റൗണ്ട് ആയിട്ടുള്ള ഈ കേസിംഗ് എന്ന് പറയുന്നത് വൊല്യൂട്ട് കേസിംഗ് ആണ്. ആ വൊല്യൂട്ട് കേസിലൂടെ പുറത്തേക്ക് വരുന്ന ഹൈ പ്രഷർ എയർ അത് നമ്മൾ സ്റ്റോർ ചെയ്ത് വിവിധ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നു. ഷിപ്പിലെ പവർ സോഴ്സ് ആണ് ജനറേറ്റർ ഉണ്ടാക്കുന്നത്. എഞ്ചിന്റെ ധർമ്മം ഈ റോട്ടറിനെ കറക്കുക എന്നതാണ്. ആർമേച്ചർ സ്റ്റേഷനറി ആണ്. റൊട്ടേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ആർമേച്ചറിൽ ഒരു EMF ഉത്പാദിപ്പിക്കുന്നു. 3 ഫേസ് 440 വോൾട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് 3 സെറ്റ് ആർമേച്ചർ കോയിലുകൾ ഉത്പാദിപ്പിക്കുന്നത്. ഈ ഇലക്ട്രോ മാഗ്നറ്റിന് ആവശ്യമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് ഒരു DC ജനറേറ്ററും ഈ റോട്ടറിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അതിനാവശ്യമായ പ്രാഥമികമായ മാഗ്നറ്റിക് ഫ്ലക്സ് റെസിഡ്യുവൽ വോൾട്ടേജ് 440 അല്ലെങ്കിൽ 220 ആക്കി നിലനിർത്തുന്നു. ഈ ആൾട്ടർനേറ്ററിനെ താപനില ഉയരാതെ സൂക്ഷിക്കുന്നതിന് എയർ അല്ലെങ്കിൽ വാട്ടർ ഉപയോഗിച്ച് തണുപ്പിക്കുന്നു. സാധാരണ ജനറേറ്റർ എഞ്ചിനുകളുടെ RPM 700 മുതൽ 1200 വരെയാണ്. ഒരു കോൺസ്റ്റന്റ് സ്പീഡ് ഗവർണർ ഉപയോഗിച്ച് എഞ്ചിന്റെ RPM സ്ഥിരമായി നിലനിർത്തുന്നു. ഷിപ്പുകളിൽ സാധാരണ 2 മുതൽ 4 വരെ ജനറേറ്ററുകൾ കാണപ്പെടുന്നു. ചില ഷിപ്പുകളിൽ മെയിൻ എഞ്ചിനോട് ചേർന്ന് ഒരു ഷാഫ്റ്റ് ജനറേറ്ററും കണ്ടുവരാറുണ്ട്. മെയിൻ എഞ്ചിന്റെ RPM, ഗിയർ, ഹൈഡ്രോളിക് ക്ലച്ച് മുതലായ സംവിധാനങ്ങൾ വഴി ഒരു ആൾട്ടർനേറ്ററിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആൾട്ടർനേറ്ററിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഷിപ്പിലുള്ള മെയിൻ സ്വിച്ച് ബോർഡ് വഴി അല്ലെങ്കിൽ MSB വഴിയാണ് വിവിധ ഉപകരണങ്ങളിലേക്ക് വിതരണം ചെയ്യുന്നത്. മെയിൻ സ്വിച്ച് ബോർഡ് എഞ്ചിൻ കൺട്രോൾ റൂമിലോ അതോ പ്രത്യേകമായിട്ടുള്ള മെയിൻ സ്വിച്ച് ബോർഡ് റൂമിലോ ആണ് ഉണ്ടാകുക. മെയിൻ സ്വിച്ച് ബോർഡിൽ പ്രധാനമായിട്ടും ഉള്ളത് എയർ സർക്യൂട്ട് ബ്രേക്കർ അല്ലെങ്കിൽ ACBകൾ, ഒരു സിങ്ക്രോസ്കോപ്പ്, പിന്നെ പുറത്തുനിന്നുള്ള വൈദ്യുതി ആവശ്യമെങ്കിൽ ഉപയോഗിക്കാനുള്ള ഷോർക്ക് കണക്ഷൻ, പിന്നെ വിവിധ പ്രധാന ഉപകരണങ്ങൾ അതായത് പമ്പുകൾ, കംപ്രസറുകൾ മുതലായവയുടെ മെയിൻ സ്വിച്ചുകളും ആണ് ഉണ്ടാവുക. ഒന്നിലധികം ജനറേറ്ററുകൾ ഒരേ സമയം ഉപയോഗിക്കേണ്ടി വരുമ്പോൾ അവയുടെ ഫ്രീക്വൻസി, വോൾട്ടേജ്, ഫേസ് എന്നിവ തുല്യമാക്കി സംയോജിപ്പിക്കുന്നതിനാണ് സിങ്ക്രോസ്കോപ്പ് എന്ന ഉപകരണം ഉപയോഗിക്കുന്നത്. ഷിപ്പ് ഡ്രൈ ഡോക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ദീർഘകാല മെയിൻ്റനൻസ് വേണ്ടി വരുമ്പോഴോ ഷിപ്പുകളിൽ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിന് കരയിൽ നിന്ന് നമ്മൾക്ക് വൈദ്യുതി കണക്ഷൻ എടുക്കുന്നതിനുള്ള ഒരു ഫെസിലിറ്റിയാണ് ഷോർ കണക്ഷനിൽ ഉള്ളത്. മെയിൻ സ്വിച്ച് ബോർഡിനെ കൂടാതെ എമർജൻസി ജനറേറ്റർ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി വിതരണം ചെയ്യുന്നതിന് ഒരു എമർജൻസി സ്വിച്ച് ബോർഡും ഷിപ്പിൽ ഉണ്ടാകും. അത് എമർജൻസി ജനറേറ്ററിൻ്റെ റൂമിലായിരിക്കും ഉണ്ടാവുക.